രാവിലെ ഒരു ഗ്ലാസ് കട്ടൻ ചായ വെച്ച് 2 മുട്ട നല്ലതുപോലെ കഴുകിയെടുത്തിട്ട് പുഴുങ്ങാൻ വെച്ച്. നമ്മൾ മുട്ടയൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ കഴുകിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. കട്ടൻ ചായ തിളച്ച് മുട്ടയും തിളച്ച്. ഇത് ചിയാ സീഡും ഫ്ലക്സ് സീഡും ആണ് കേട്ടോ. ഇന്നലെ രാത്രി ഞാൻ അത് 1/2 സ്പൂൺ വെച്ച് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ അത് കുതിർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കട്ടൻ ചായയിൽ കലക്കിയിട്ടാണ് അത് കുടിക്കണത്. എനിക്ക് കട്ടൻ ചായ കലക്കി കുടിക്കാനാണ് ഇഷ്ടം, അതുകൊണ്ടാണ് കേട്ടോ. ഇന്ന് രാവിലെ പിന്നെ ഒന്നും കഴിക്കാനില്ലാതിരുന്നത് കൊണ്ട് ബദാമും പഴവും കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അത് കഴിക്കണേണ്. പിന്നെ ഇന്നലെ ലുലുന്ന് വാങ്ങിച്ച ബീഫുണ്ട്. അപ്പോൾ അത് ഞാൻ നല്ലതുപോലെ വിനാഗിരിയും ഉപ്പിട്ട് കഴുകിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായി. അപ്പോൾ അത് ഒന്ന് ഐസ് പോകാൻ വേണ്ടി വെള്ളത്തിലിറക്കി വെച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അലക്കാൻ വേണ്ടി കുറേ തുണി ഇട്ടിട്ടുണ്ടായി. അപ്പോൾ അതെടുത്ത് വാഷിംഗ് മെഷീനിലിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ ഞാൻ എല്ലാ ദിവസവും ഓറഞ്ചും കിവിയും കഴിക്കും. ഞാൻ കുക്കറിലാണ് ചോറ് വെക്കണത്. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ചോറ് വെക്കാൻ വേണ്ടി അത് റെഡിയാക്കി. പിന്നെ ഇറച്ചി വെക്കാനായിട്ട് ഉള്ളി സവാളയൊക്കെ അരിഞ്ഞെടുത്ത്. എനിക്ക് ബ്ലഡ് കുറവുള്ളതുകൊണ്ട് ഉണക്കമുന്തിരി ഇന്നലെ വെള്ളത്തിലിട്ടത് അതും കഴിച്ച് രാവിലെ. ചോറ് വെന്തിട്ടുണ്ട്, അത് വാർത്ത്. ആ കുക്കറിൽ തന്നെ ബീഫും കറി വെച്ച്. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ കുടിക്കാനുള്ള വെള്ളം തീർന്നിരിക്കണം. അപ്പോൾ വേഗം വെള്ളം തിളപ്പിക്കാൻ വെച്ച്. പിന്നെ കർട്ടനൊക്കെ ഒന്ന് മാറ്റിയിട്ട് വെളിച്ചമൊക്കെ കയറാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് വീടൊക്കെ ഒന്ന് അടിച്ച് നല്ലതുപോലെ വൃത്തിയാക്കി. ഇതുകൊണ്ട് വീട് തൂക്കണത് കൊണ്ടേ നല്ലതുപോലെ പൊടിയൊക്കെ പോയി കിട്ടും. ഈ ഉടുപ്പിടിച്ച് വെച്ചേക്കണത് ഗ്യാസാണേ. വെള്ളം തിളച്ച്. അങ്ങനെ വീടടിച്ച് വരൽ കഴിഞ്ഞ് തുറക്കണ സാധനമൊക്കെ നല്ലതുപോലെ വെള്ളമൊഴിച്ച് കഴുകി വെക്കണേണ്. ഇതിങ്ങനെ കഴുകി വെക്കണതാണ് കേട്ടോ നല്ലത്. കുടിക്കാനുള്ള വെള്ളം മാറ്റി വെച്ച്. ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഉച്ച സമയമായി. അപ്പോൾ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ്. അപ്പോൾ ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നാൽ 2 ഈന്തപ്പഴവും കൂടി കഴിച്ചേക്കാമെന്ന് ഓർത്ത് അങ്ങനെ അതും എടുത്ത് കഴിച്ച്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് മേശപ്പുറമൊക്കെ നല്ലതുപോലെ തുടച്ചിട്ട്. ഇത് വൈകുന്നേരത്തേക്ക് മുട്ടക്കറി ഉണ്ടാക്കാനുള്ളതാണ്. ഇത് ചപ്പാത്തിയാണ് കേട്ടോ. 2-3 ദിവസം മുമ്പ് ഉണ്ടാക്കി വെച്ചതാണ് ഞാൻ ഫ്രീസറിൽ. അപ്പോൾ അങ്ങനെ അലക്ക് കഴിഞ്ഞ്. അപ്പോൾ വാഷിംഗ് മെഷീനിൽ നിന്ന് തുണിയെടുത്ത് അതെല്ലാം നല്ലതുപോലെ വിരിച്ചിട്ട് കുറച്ച് തുണി പുറത്തും കൊണ്ടുപോയി വിരിച്ച്. വൈകുന്നേരത്തേക്കുള്ള മുട്ടക്കറി റെഡിയായി. പാചകം കഴിഞ്ഞ് ഇനി അവിടെയൊക്കെ സ്പ്രേ ഒക്കെ അടിച്ചൊന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ച്. ഇനി ഇവിടെ നല്ലതുപോലെയൊക്കെ തുടച്ചിട്ട് കഴിഞ്ഞിട്ട് വേണം കുറേ പാത്രം കഴുകാനുണ്ട് രാവിലെ തൊട്ട്. അത് മുഴുവനും കഴുകി വെക്കണം. പാത്രം കഴുകലും കഴിഞ്ഞ്. കഴുകിയ പാത്രമൊക്കെ വെള്ളം പോകാൻ വേണ്ടി കമത്തി വെച്ചിട്ടുണ്ട്. ഇനി അത് ഉണങ്ങി വരണം. അപ്പോൾ ഞാൻ വിചാരിച്ച് കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് അലമാരി തുറന്ന് ഉടുപ്പെടുത്ത് കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞ് വന്നിട്ട് ഫാനും ഇട്ട് മുടി ഉണക്കാമെന്ന് വിചാരിച്ച് വന്നിരിക്കണേണ്. വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം പോയി കിടന്ന് ഉറങ്ങി. ഉറക്കം കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരത്തേക്കുള്ള ആ ചപ്പാത്തി എടുത്തിട്ട് അത് ആവി കയറ്റാമെന്ന് വിചാരിച്ച്. ഞാനിങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ട് ആവി കയറ്റിയെടുക്കലാണ് ചെയ്യണത്. ഇങ്ങനെ ചപ്പാത്തി ആവി കയറ്റിയെടുക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. ചപ്പാത്തിയും മുട്ടക്കറിയും 2 പാത്രത്തിലാക്കി എടുത്ത് ഒരു പാത്രം ഞാനെടുത്ത് അതങ്ങനെ കഴിക്കണേണ് കേട്ടോ. വൈകിട്ട് 6 മണിക്ക് മുമ്പ് ഞാൻ പുട്ട ചപ്പാത്തി എന്തെങ്കിലുമൊക്കെ കഴിക്കും കേട്ടോ. അത് കഴിഞ്ഞ് മേശപ്പുറമൊക്കെ തുടച്ചിട്ട് ഒരാപ്പിൾ എടുത്ത് അതിൻ്റെ പകുതി കഴിച്ച്. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞ്. ടാറ്റാ.